ബഹ്റൈനിലെ ഏറ്റവും വലിയ വാർഷിക വിനോദ പരിപാടിയായ ഫെസ്റ്റിവൽ സിറ്റിയിൽ 1,00,000 പേർ സന്ദർശകരായെത്തി. STCയുമായി സഹകരിച്ച് ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഒരു മാസക്കാലം രാജ്യത്തിന്റെ വിവിധ ഗവർണറേറ്റുകളിൽ കുടുംബം, സംഗീതം, സാംസ്കാരികം, കായികം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചു. വാട്ടർ ഗാർഡൻ സിറ്റിയിൽ ഏകദേശം 7,000 പേരും മറാസി അൽ ബഹ്റൈനിൽ 21,800 പേരും സെലിബ്രേറ്റ് ബഹ്റൈൻ ആഘോഷത്തിൽ പങ്കെടുത്തു. ബഹ്റൈൻ ബേ, ബഹ്റൈൻ ഹാർബർ, ഫിനാൻഷ്യൽ സെന്റർ, ബഹ്റൈൻ ഫോർട്ട്, ബഹ്റൈൻ നാഷണൽ മ്യൂസിയം, അൽ നജ്മ ക്ലബ് എന്നിവിടങ്ങളിലും പരിപാടിയിൽ വൻ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഹ് മെഡിക്കൽ സെന്റർ. ഇറാന്റെ തെക്കുകിഴക്കുള്ള കെർമാൻ നഗരത്തിലുണ്ടായ ഭീകരാക്രമണത്തെ ബഹ്റൈൻ അപലപിച്ചു. സ്ഫോടനത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ ഗാർഡിന്റെ ടോപ്പ് കമാൻഡറായിരുന്ന ഖാസിം സൊലൈമാനിയുടെ സ്മരണാർത്ഥം നടന്ന ചടങ്ങിലാണ് ഭീകരാക്രമണമുണ്ടായത്. പ്രസ്താവനയിൽ വിദേശകാര്യ മന്ത്രാലയം ഇരകളുടെ കുടുംബങ്ങളോടും ബന്ധുക്കളോടും ഇറാൻ സർക്കാരിനോടും അനുശോചനം അറിയിച്ചു. ബഹ്റൈൻ ഹാർട്ട് ഗ്രൂപ്പ് ഫൗണ്ടർ മെമ്പറും ദീർഘകാലം ബഹ്റൈൻ പ്രവാസിയുമായിരുന്ന സുരേഷ് ഹരിയുടെ അകാല വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി ആൻലസ് ഗാർഡനിൽ ഹാർട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒത്തുചേർന്നു. ബഹ്റൈൻ ഹോം സെന്റർ ജീവനക്കാരനായിരുന്ന സുരേഷ് ഹരി 4 വർഷം മുമ്പാണ് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോയത്. ബഹ്റൈനിൽ ഹാർട്ട് ഗ്രൂപ്പ് ചെയ്യാവുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും കൂടാതെ ബഹ്റൈനിലുള്ള പ്രമുഖ സംഘടനകളിലും സുരേഷ് ഹരിയുടെ സാന്നിധ്യം സുഹൃത്തുക്കൾ ഓർമ്മിച്ചു. ബഹ്റൈനിലെ ക്രിസ്ത്യൻ എപ്പിസ്കോപ്പൽ സഭകളുടെ കൂട്ടായ്മയായ കേരള ക്രിസ്ത്യൻ എക്യുമെനിക്കൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ ശ്രദ്ധേയമായി. കേരള കാത്തോലിക് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടന്ന ആഘോഷങ്ങളുടെ പൊതുസമ്മേളനത്തിന് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോർജ് സണ്ണി അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ജെയിംസ് ബേബി സ്വാഗതം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലബാർ ഭദ്രാസനാധിപൻ അഭിവദ്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യാതിഥിയായിരുന്നു. മലങ്കര യാക്കോബായ സഭയുടെ മുംബൈ ഭദ്രാസനാധിപൻ അഭിവദ്യ തോമസ് മാർ അലക്സാന്ദ്രിയോസ് മെത്രാപ്പൊലീത്ത അനുഗ്രഹ പ്രഭാഷണവും റവറന്റ് ദിലീപ് ഡേവിസൺ മാർക്ക് ആശംസയും അർപ്പിച്ചു. ഇന്ത്യൻ സ്കൂൾ ചെയർമാനായി സ്ഥാനമേറ്റ ബിനു മണ്ണിലിനെ KCEC ആദരിച്ചു. ദേവാലയങ്ങളുടെ ഗായക സംഘങ്ങൾ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ അവതരിപ്പിച്ചു. ബഹ്റൈനിൽ വെച്ച് ഡിസംബർ 25 മരണപ്പെട്ട ബഹ്റൈൻ KMCC കാസർഗോഡ് ജില്ലാ സീനിയർ നേതാവും മഞ്ചേശ്വരം മണ്ഡലം ഉപദേശക സമിതി അംഗവുമായ ബഷീർ സാഹിബ് മഞ്ചേശ്വരത്തിന്റെ അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സദസ്സും മനാമ KMCC ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. ബഹ്റൈൻ KMCC മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് സത്താർ ഉപ്പളയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സയ്യിദ് ഫസൽ ബഖവി തങ്ങൾ കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഉസ്താദ് അസ്ലം ഹുദവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. KMCC കാസർഗോഡ് ജില്ലാ മുൻ പ്രസിഡന്റ് അഷ്റഫ് മഞ്ചേശ്വരം അനുസ്മരണ പ്രഭാഷണം നടത്തി.